കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. അതും ഡിഫറെന്റ് സ്റ്റിമുലേഷൻസ്. യെസ്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഫ്രാഗ്മെൻറ്റഡ് ആവും, ഓക്കെ. കംപ്ലീറ്റ് ഫ്രാഗ്മെൻറ്റഡ് ആവും. അപ്പോൾ ഇതിന് സിഗ്നൽസ് എന്ത് കൊടുക്കണമെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളറിയാതെ ഒരു നമ്പനെസ്സിലേക്ക് പോകും, എന്താണ് ചെയ്യാനെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആളുകൾ പറയും, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ന്യൂട്രീഷനുണ്ട്, മെഡിക്കലി ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, പക്ഷേ എന്താണെന്നറിയില്ല, ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു കാരണം കണ്ടന്റ് ഈ ഇല്ല. ഫ്രാഗ്മെൻറ്റഡ് ബയോളജിയാണത്. കാരണം ബ്രെയിനിന് തന്നെ മനസ്സിലാവുന്നില്ല താൻ എന്തൊക്കെ സിഗ്നൽസ് റിസീവ് ചെയ്യണം, എന്തൊക്കെയാണ് വരുന്നത്, പല സമയത്ത് പല സിഗ്നൽസ് വരുന്നു എന്നുള്ളൊരു യെസ് യെസ് കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല യെസ്, ബ്രെയിനിന്. കറക്റ്റ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറ് എപ്പോഴും ചെയ്യുന്നത് പ്രെഡിക്റ്റ് ചെയ്യാനാണ് ചെയ്യാറ്, ചുറ്റുപാടും എന്താണെന്നുള്ളത്. അതിന് അലോസ്റ്റാറ്റിസിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തലച്ചോറ് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രഡിക്ഷനിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർട്ട് റേറ്റ്, പിന്നെ റെസ്പിറേഷൻ, ഹോർമോൺ സ്രവിക്കുന്നതും എത്രമാത്രം സ്ട്രെസ് ഹോർമോൺ ഉണ്ടാക്കണം ശരീരത്തിൽ, ഇതൊക്കെ നിശ്ചയിക്കുന്നത് ഈ പ്രഡിക്ഷനെ ബേസ് ചെയ്തിട്ടാണ്.